ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് C++ പ്രോഗ്രാമിങ്ങിൻ്റെ 4ാമത്തെ ക്ലാസ്സിലാണ് നിലകൊള്ളുന്നത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തു. ഏറ്റവും ഉപകാരപ്പെട്ടെന്ന വിശ്വസ്തയോടെ നമ്മളെ 4ാമത്തെ ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ സ്ട്രക്ചർ എന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കൺട്രോൾ സ്ട്രക്ചർ എന്താ? കൺട്രോൾ സ്ട്രക്ചർ നോർമലി പ്രോഗ്രാംസ് ആർ എക്സിക്യൂട്ടഡ് ബൈ സീക്വൻഷ്യൽ ഓർഡർ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനെ എഴുതിയ ഓർഡറിലാണ്. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ അപ് ടു ദി എൻഡ്. ആ ഓർഡറിനെയാണ് സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറയാം. സം കേസ് വി നീഡ് ടു സ്കിപ്പ് സം സ്റ്റേറ്റ്മെന്റ് അക്കോർഡിംഗ് ടു സം കണ്ടീഷൻ. Sometime we need to repeat same code one or more or many times. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാ? ചിലപ്പോൾ ചില കണ്ടീഷന്റെ ബേസിൽ പ്രോഗ്രാമിന്റെ ചില പാർട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും, ചില പാർട്ട് അവോയ്ഡ് ചെയ്യേണ്ടി വരും. മറ്റു കേസിൽ പ്രോഗ്രാമിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളെ ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ സീക്വൻഷ്യൽ ഓർഡർ എന്ന ഓർഡറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കണ്ടീഷനുകളെ ബേസ് ചെയ്ത് ഒന്നിലധികം ചെയ്യാനോ അല്ലെങ്കിൽ ചില പാർട്ടിനെ സ്കിപ്പ് ചെയ്യാനോ ആണ് നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. മെയിൻലി C++ പ്രോഗ്രാമിങ്ങിൽ കൺട്രോൾ സ്ട്രക്ചർ ബേസിക് ആയിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചർ ആൻഡ് ലൂപ്പിംഗ് കൺട്രോൾ സ്ട്രക്ചർ. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സെലക്ഷൻ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ വിച്ച് ദ നോർമൽ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം ആൾട്ടർ അക്കോർഡിംഗ് ടു എ സർട്ടൈൻ കണ്ടീഷൻ, ഇറ്റ് ഈസ് കോൾഡ് കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചർ. പ്രോഗ്രാമിന്റെ നോർമൽ ഫ്ലോ ഏതെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഇത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൺട്രോൾ സ്ട്രക്ചറാണ്. മെയിൻലി 2 ടൈപ്പ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റുകൾ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദർ ആർ 2 ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് വൺ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെക്കൻഡ് വൺ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. Again, if statement we can classify by 3: simple if else and if else ladder. Okay. ഏറ്റവും ആദ്യം സിമ്പിൾ ഇഫ് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിന്റെ സിന്റാക്സിലോട്ട് പോകാം. അതിനുശേഷം ഒരു പ്രോഗ്രാമിലൂടെ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇഫ് എക്സ്പ്രഷൻ ഇഫ് ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ double bracket open, statements and bracket close. If the expressions relational or logical, expression എന്ന് പറഞ്ഞത് ഒരു റിലേഷണൽ സ്റ്റേറ്റ്മെന്റ് ആവാം അല്ലെങ്കിൽ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവാം. അത് ഇവാലുവേറ്റ് ചെയ്യുക either true or false. That means 1 or 0. ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 അല്ലെങ്കിൽ 0 എന്ന റിസൾട്ട് കിട്ടും. അത് 1 ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ ഇഫിന്റെ ബ്ലോക്കിലോട്ട് കടക്കും. ആ ഡബിൾ ബ്രാക്കറ്റ് കാണുന്നില്ലേ, അതിന്റെ ഉള്ളിലോട്ട് കടക്കും. അതിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടോ ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഒരു സിമ്പിൾ പ്രോഗ്രാം നോക്കൂ. 2 നമ്പറുകളെ ഡിവൈഡ് ചെയ്യേണ്ട പ്രോഗ്രാമാണ്. 2 നമ്പർ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 നമ്പർ വേണം അല്ലേ? ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ. പക്ഷെ അതിലൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ സെക്കൻഡ് നമ്പർ 0 അല്ലാത്ത നമ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അത് 0 ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഇവിടെ സിമ്പിൾ ഇഫ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റില് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ഉണ്ട്, യൂസിങ് നെയിം സ്പേസ് std ഉണ്ട്, വോയിഡ് മെയിൻ. ഈ 3 ലൈനും എല്ലാ പ്രോഗ്രാമിലും ബൈ ഡിഫാൾട്ട് സെയിം ആയിരിക്കും. പിന്നെ ഇൻറ്റ് എ ബി റിസൾട്ട്.
സി ഔട്ട് എൻ്റർ 2 നമ്പേഴ്സ്. ഇതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. യൂസർക്ക് മനസ്സിലാവും 2 നമ്പറുകൾ ഉടനെ തന്നെ ഇൻപുട്ട് ചെയ്യണമെന്ന്. അങ്ങനെ എൻ്റർ 2 നമ്പേഴ്സ് എന്ന മെസ്സേജ് കാണുമ്പോൾ യൂസർ 2 നമ്പർ ഇൻപുട്ട് ചെയ്യും. സി ഇൻ എയിലോട്ട് ഫസ്റ്റ് നമ്പറും സി ഇൻ ബിയിലോട്ട് സെക്കൻഡ് നമ്പറും സ്റ്റോർ ചെയ്യും. അടുത്തതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ, കണ്ടീഷൻ ചെക്കിംഗ്. ഇഫ്, സിമ്പിൾ ഇഫിന് ഉദാഹരണമാണ്. ഇഫ് ബി നോട്ട് ഈക്വൽ ടു 0, ബി 0 അല്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, സി ഔട്ട് അതിൻ്റെ ഓപ്പറേഷനിലോട്ട് പോകും. ഇഫ് ബി നോട്ട് ഈക്വൽ ടു 0, അങ്ങനെയാണെങ്കിൽ മാത്രം റിസൾട്ട് ഈസ് ഈക്വൽ ടു എ ബൈ ബി. സി ഔട്ട് റിസൾട്ട് ഈസ് എന്ന മെസ്സേജോട് കൂടി റിസൾട്ട് എന്ന ഐഡന്റിഫയറിനെ യൂസർക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് സിമ്പിൾ ഇഫ്. ഈ ഇഫ് റോങ് ആയാൽ ആ സ്റ്റേറ്റ്മെന്റ്, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ റോങ് ആണെങ്കിലോ ഈ ഔട്ട്പുട്ട് വരികയുമില്ല. ഇതാണ് ഒരു സിമ്പിൾ ഇഫിന്റെ ഉദാഹരണം. നെക്സ്റ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ ഒരു പ്രത്യേക പാർട്ട് വർക്ക് ചെയ്യണം, അത് ഫാൾസ് ആണെങ്കിൽ മറ്റൊരു പ്രത്യേക പാർട്ട് വർക്ക് ചെയ്യണം. ഇഫ് ട്രൂ ബ്ലോക്ക് ആൻഡ് എൽസ് ഫാൾസ് ബ്ലോക്ക്. ഇങ്ങനെ ഒരു കണ്ടീഷന്റെ ബേസിൽ 2 പാർട്ടിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എൽസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നോക്കാം, അതിന്റെ സിന്റാക്സ് ഒന്ന് പരിചയപ്പെടൂ. ഇഫ് എക്സ്പ്രഷൻ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് വെച്ചാൽ ട്രൂ സ്റ്റേറ്റ്മെന്റ്. എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 വർക്ക് ചെയ്യും. എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് സ്റ്റേറ്റ്മെന്റ് 2 അഥവാ ഫാൾസ് ബ്ലോക്ക് വർക്ക് ചെയ്യും. ഓക്കെ, ഇഫ് എൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് 2 നമ്പർ ഏതാണ് ഗ്രേറ്റർ എന്ന് നോക്കുന്ന പ്രോഗ്രാം. നമുക്കത് നോക്കാം. എല്ലാ പ്രോഗ്രാമിലെയും പോലെ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ഉണ്ട്, യൂസിങ് നെയിം സ്പേസ് std ഉണ്ട്, ഇൻഡ് മെയിൻ ഉണ്ട്. പിന്നെ ഫസ്റ്റിൽ ഡിക്ലറേഷൻ, 2 നമ്പർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എ ബി എ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. സി ഔട്ട് എൻ്റർ 2 നമ്പേഴ്സ്, സി ഇൻ എ ബി. യൂസർ എയിലും ബിയിലും 2 നമ്പർ സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ സി ഔട്ട് ബിഗ്ഗസ്റ്റ് നമ്പർ ഈസ് എ. ബിഗ്ഗസ്റ്റ് നമ്പർ എ ആണെന്ന് ഡിസ്പ്ലേ ചെയ്യും. എൽസ് സി ഔട്ട് ബിഗ്ഗസ്റ്റ് നമ്പർ ഈസ് ബി. അവിടെ ബിഗ്ഗസ്റ്റ് നമ്പർ ഈസ് എ എന്ന ട്രൂ ബ്ലോക്ക് ഉണ്ട്. എൽസ് പാർട്ടിൽ ബിഗ്ഗസ്റ്റ് നമ്പർ ഈസ് ബി എന്ന ട്രൂ ബ്ലോക്ക് ഉണ്ട്. ഒന്നുകിൽ എ ഗ്രേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ബി ഗ്രേറ്റർ ആയിരിക്കും. ഏതായാലും നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് വർക്ക് ചെയ്യും. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഇഫിന്റെ രൂപമാണ് ഇഫ് എൽസ് ലാഡർ. ഇഫ് എൽസ് ലാഡർ മീൻസ് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതിന്റെ എൽസ് പാർട്ടിൽ മറ്റൊരു ഇഫ് കൂടെ ഉണ്ടാവും. ആ രണ്ടാമത്തെ ഇഫിന്റെ എൽസ് പാർട്ടിൽ മറ്റൊരു ഇഫ് കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഇഫ് അഗെയിൻ ഇൻസൈഡ് അനദർ ഇഫ്, അഗെയിൻ എൽസ് പാർട്ടിൽ അനദർ ഇഫ്, ഇങ്ങനെ എൽസ് പാർട്ടിൽ വീണ്ടും വീണ്ടും ഇഫ് സ്റ്റേറ്റ്മെന്റുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. അതിന്റെ സിന്റാക്സ് ഒന്ന് നോക്കൂ. ബിഗസ്റ്റ് എമംഗ് 3 നമ്പർ. ഇതിന്റെ പ്രോഗ്രാം എഴുതിയിട്ട് നമുക്ക് എൽസ് ഇഫ് ലാഡറിന്റെ ഉദാഹരണം നോക്കാം. എല്ലാ പ്രോഗ്രാമിങ്ങിലും പോലെ ബിഗിനിങ് പാർട്ട് ഉണ്ട്. പിന്നെ ഇവിടെ 3 നമ്പർ ഉള്ളത് കൊണ്ട് നമ്മൾ ഇൻറ്റ് എ ബി സി 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. സി ഔട്ട് എൻ്റർ 3 നമ്പേഴ്സ്, 3 നമ്പർ ഇൻപുട്ട് ചെയ്തു. സി ഇൻ എ ബി സിയിലോട്ട് സ്റ്റോർ ചെയ്തു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. എ ബി യെക്കാട്ടിലും വലുതാവുക, എ അഗെയിൻ സി യെക്കാട്ടിലും വലുതാവുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രൂ ബ്ലോക്ക് എന്താണ്? സി ഔട്ട് ബിഗ്ഗസ്റ്റ് നമ്പർ ഈസ് എ. സെക്കൻഡ് എൽസ് പാർട്ടിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഉള്ളത്. എൽസ് പാർട്ടിൽ അനദർ ഇഫ് ഉണ്ട്. ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി. ഇതില് സി ഔട്ട് ബിഗ്ഗസ്റ്റ് നമ്പർ ഈസ് ബി എന്ന റിസൾട്ട് കിട്ടും. അപ്പം എൽസിൽ മറ്റൊരു ഇഫ് വന്നു.
എഗെയിൻ എൽസ്. മൂന്നാമത്തെ എൽസിലാണ് എന്തുള്ളത്? സി ഔട്ട് ബിഗസ്റ്റ് നമ്പർ ഈസ് സി എന്നുള്ളത്. അപ്പം എ ആണെങ്കിൽ എ എന്ന റിസൾട്ടും ബി ആണെങ്കിൽ ബി എന്ന റിസൾട്ടും സി ആണെങ്കിൽ സി എന്ന റിസൾട്ടും കിട്ടും. ഇനി ബിഗസ്റ്റ് എമംഗ് 4 നമ്പർ ആണെങ്കിലോ എൽസിഫ് ലാഡറിന്റെ നീളം ഒരുപാട് കൂടും. അപ്പോൾ യൂസർക്ക് പ്രോഗ്രാമർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് എൽസിഫ് ലാഡറിന്റെ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ. ഇഫ് എൽ സ്റ്റേറ്റ്മെന്റിന് പകരം നമുക്ക് C++ൽ അലൗഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കോളൻ. എന്താണെന്ന് നോക്കാം. ഒരു ഇഫ് എൽ സ്റ്റേറ്റ്മെന്റിന്റെ ഉദാഹരണം ആദ്യം നോക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ബിഗ് ഈസ് ഈക്വൽ ടു എ, എൽസ് ബിഗ് ഈസ് ഈക്വൽ ടു ബി എന്ന ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ബിഗ് ഈസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക് എ കോളൻ ബി എന്നെഴുതാം. വെച്ചാൽ ടെക്സ്റ്റ് എക്സ്പ്രഷനെ നമ്മൾ ആദ്യം കൊണ്ടുവരും എ ഗ്രേറ്റർ ദാൻ ബി, എന്നിട്ട് ഇഫിന് പകരം ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ക്വസ്റ്റ്യൻ മാർക്ക് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നോക്കും. നോക്കിയിട്ട് ആണെങ്കിൽ എ എന്ന വാല്യൂവിനെ ബിഗിലോട്ട് അസൈൻ ചെയ്യും. അല്ലെങ്കിലോ എൽസ് പാർട്ടിലുള്ള ബി എന്ന വാല്യൂവിനെ ബിഗിലോട്ട് അസൈൻ ചെയ്യും. അപ്പം ഇഫ് എൽസിനെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ എഴുതാൻ പറ്റുന്ന ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. മറ്റൊരു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ടെങ്കിലാണ്. ഒരു സ്റ്റേറ്റ്മെന്റിനും ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് നോക്കാം. അതിന്റെ സിന്റാക്സ് നോക്കൂ. സ്വിച്ച് എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷന് ഒന്നിലധികം റിസൾട്ട് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേസ് 1, കേസ് കോൺസ്റ്റന്റ് 1, സ്റ്റേറ്റ്മെന്റ് സീക്വൻസ് 1, ബ്രേക്ക്. കേസ് സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് സീക്വൻസ് 2, ബ്രേക്ക്. അങ്ങനെ എത്ര n നമ്പർ ഓഫ് ടൈംസ് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാഞ്ചുകൾ എഴുതാം. ഓരോ ബ്രാഞ്ച് എൻഡ് ചെയ്യുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഈ ബ്രാഞ്ചുകളിൽ ഒന്നും പെടുന്നില്ലെങ്കിൽ ബൈ ഡിഫാൾട്ട് നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഡിഫാൾട്ട് പാർട്ട്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് എക്സ്പ്രഷന് ഒന്നിലധികം റിസൾട്ട് അല്ലെങ്കിൽ മെനി റിസൾട്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപകാരപ്പെടുക. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഓരോ ബ്രാഞ്ചും എൻഡ് ചെയ്യുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റോട് കൂടിയായിരിക്കും. നോക്കൂ, സിന്റാക്സ് നോക്കൂ. നമ്മൾ ആഴ്ചയിലെ ഒരു ദിവസത്തിന്റെ നമ്പർ എൻ്റർ ചെയ്യും. നമ്പർ എൻ്റർ ചെയ്തിട്ട് അത് ആഴ്ചയിലെ ഏത് ദിവസമാണെന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അവിടെ ആ എക്സ്പ്രഷന് നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുന്ന ആ നമ്പർ 1 to 7 ആവാം അല്ലേ? 1 to 7 ആവാം. ആ ഏത് നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പം ഇഫ് എൽസ് ഇഫ് എഴുതുകയാണെങ്കിൽ എത്ര എഴുതേണ്ടി വരും? 7 ഇഫ് എൽസ് എഴുതേണ്ടി വരും. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. പ്രോഗ്രാം നോക്കൂ. സ്വിച്ച് n. ഈ നമ്പർ n എന്താവാം? 1 to 7 ആവാം. അത് 1 ആണെങ്കിൽ സൺഡേ, 2 ആണെങ്കിൽ മൺഡേ, 3 ആണെങ്കിൽ ട്യൂസ്ഡേ. അങ്ങനെ ഓരോ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ ഡിസ്പ്ലേ ചെയ്യും. ആ ഓരോ സ്റ്റേറ്റ്മെന്റും കേസ് സ്റ്റേറ്റ്മെന്റും എൻഡ് ചെയ്യുന്നത് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ്. അവസാനം ഈ നമ്പർ ഒന്നല്ല യൂസർ എൻ്റർ ചെയ്തത്, 1 to 7 അല്ല, ഏതോ ഇൻവാലിഡ് നമ്പർ ആണെങ്കിൽ ഡിഫാൾട്ട് സി ഔട്ട് ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് റിസൾട്ട് വരും. ഇങ്ങനെ ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള സ്റ്റേറ്റ്മെന്റുകളെ നമുക്ക് യൂസ് ചെയ്യുക സ്വിച്ച് എന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകളായ ഇഫ്, ഇഫ് എൽസ് ലാഡർ ആൻഡ് സ്വിച്ച്
ഈ 4 പ്രോഗ്രാമിങ്ങിൻ്റെ കണ്ടീഷണൽ സ്ട്രക്ചറിലെ മെയിൻ 4 കൺട്രോൾ സ്ട്രക്ചറുകളാണ്. അപ്പം പുതിയ എക്സാമ്പിളുകൾ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹാവ് എ ഗ്രേറ്റ്